പുറത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ അവസ്ഥയെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ശരിയാവുന്നത്? കാണാനുള്ളവരൊന്നും കാണട്ടെ. മിണ്ടാൻ പറ്റണില്ല. അതായത് നമ്മൾ സാധാരണ ഒരു തിയേറ്ററിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മൂവിക്ക് പോയാൽ നമുക്ക് കൈയടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ഫെൽട്ടായി, ഭയങ്കര കരച്ചിലൊക്കെ വന്നു. സൂപ്പറായിരുന്നു, അടിപൊളി. ഇല്ല, നോവൽ വായിച്ചില്ല, ഫസ്റ്റ് ടൈമാണ് പടം കാണുന്നത്. കൊള്ളായിരുന്നു, നല്ല പടം. കൊള്ളാം. പൃഥ്വി നന്നായിട്ടുണ്ട്. ഇല്ല നോവൽ വായിച്ചിട്ടില്ല. ആക്ടിങ് നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ല സിനിമ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചു വന്നതൊക്കെ തന്നെ സിനിമ നല്ലതാണ്. സൂപ്പറാ പടം. ഇത് കണ്ടപ്പോൾ നോവല് പിന്നെയും വായിക്കണമെന്ന് തോന്നുന്നു. കാര്യം പുറത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാരുടെ അവസ്ഥയെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലാവുന്നു അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നത്. സൂപ്പർ പടം. താല്പര്യമില്ല. അടിപൊളിയാട്ടോ, സത്യം കരഞ്ഞു. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. വളരെ നന്നായിട്ടിരുന്നു. വലിയ ഇമോഷനായി പോയി, ഭയങ്കര സങ്കടമായി പോയി. നല്ല സിനിമ. നല്ല പടമാണ്, അടിപൊളിയായി. നമ്മളെന്ത് പ്രതീക്ഷിച്ച് വന്നോ അത് തന്നെയാണ്. പെർഫെക്റ്റ്, എക്സ്ട്രീം. നോവല് വായിച്ചിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കഥ പഠിക്കാനും ഉണ്ടായിരുന്നു, അങ്ങനെ അറിയത്തേ ഉള്ളൂ. വായിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ലാഗായിട്ട് തോന്നിയിട്ടില്ല. എക്സ്ട്രീംലി നല്ലതായിരുന്നു, അടിപൊളി. It's good. It's a good movie, but I mean, I didn't feel that good. It's okay. Acting is brilliant. The screenplay and script could have been better. നല്ല മൂവിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മേക്കിംഗ് ഭയങ്കര നല്ലതായിരുന്നു. അവരത്ര ഫിസിക്കലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡെസേർട്ടിൽ പോയി അത്ര കണ്ടീഷനിൽ അവരത് അഭിനയിക്കുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ശരിയാവുന്നത്? കാണാനുള്ളവരൊന്നും കാണട്ടെ. ലാഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ ശരിക്കും ഇൻവോൾവ് ആയിട്ട് തന്നെ ഇരിക്കുക ആ മൂവിയിൽ. നല്ല സിനിമ. നോവല് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സെൻറ്റിമെൻ്റലാണെന്ന് അറിയാമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡ് മൂവിയാണ്. കൊള്ളാം, സൂപ്പർ മൂവി. പൃഥ്വിരാജ് ആക്ടിങ് ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്, സംവിധാനം, അതേപോലെ മ്യൂസിക്, റഹ്മാൻ്റെ മ്യൂസിക്, അതേപോലെ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. ഇമോഷണൽ മൂവി, അത്രയ്ക്ക് ഇമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു. വേറെ ലെവൽ ട്രാൻസ്ഫോർമേഷനാണ് പൃഥ്വിരാജിൻ്റെ. നമ്മൾ രസമുണ്ട്, കൈയടിക്കാൻ പറ്റണില്ല സങ്കടം വന്നിട്ട്, പക്ഷെ എൻജോയ് ചെയ്ത്. കൊള്ളാം, നല്ല മൂവി. മിണ്ടാൻ പറ്റണില്ല. അതായത് നമ്മൾ സാധാരണ ഒരു തിയേറ്ററിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മൂവിക്ക് പോയാൽ നമുക്ക് കൈയടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഓരോ ട്രാൻസ്ഫോർമേഷൻ കാരണം കൈയടിക്കണമെന്നുണ്ട്, പക്ഷെ കൈയടിക്കാൻ പറ്റില്ല. ആ ലെവലിൽ നല്ല മൂവി. നോവൽ വായിച്ചിട്ടുണ്ട്. നോവൽ വായിച്ചതുപോലെയൊക്കെ തന്നെയാണ്, എന്നാലും മൂവി വേറെ ലെവലാണ്. അത് നമ്മൾ വായിക്കുന്ന പോലെ ഇല്ലല്ലോ, കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. വെൽ മെയ്ഡാണ്. പിന്നെ നമ്മൾ വായിച്ച ഓരോ കാര്യങ്ങളും നല്ല പോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ പറയാൻ എനിക്കറിയില്ല. പടം നല്ലതായിരുന്നു, നല്ല മൂവിയായിരുന്നു. ലൈക്ക് ഇപ്പം ഒരു എന്താ പറയുക, ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നോവലൊന്നും വായിച്ചിട്ടില്ല. അപ്പം ഞാനിപ്പോൾ കാണുന്ന ഓരോ സീനും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര നല്ല ഫീലാവുന്നുണ്ടായിരുന്നു. ഇല്ലില്ല, എനിക്കിത് തന്നെ മതി. അതെ അത് തന്നെയാണ്. കാരണം ഇപ്പം അതിൽ ലൈക്ക് ഒരു ലൈഫിൻ്റെ ഓരോ സ്റ്റേജും ലൈക്ക് ഒരു ഇയേഴ്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കാണുമ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ലൈക്ക് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് അല്ല, ഇങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ലൈക്ക് എന്താ പറയുക, ഒരു ഫീല് ഭയങ്കരമാണ്. കുറേ ഇങ്ങനെ ഇമോഷണലായിട്ടുള്ള കുറേ സീനുകളുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നല്ലതായിരുന്നു. നോവലിനോടൊരു 100% അവർ നീതി പുലർത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോ സീൻ കാണുമ്പോഴും നോവൽ വായിക്കുന്ന പോലെ തന്നെ അത് ഫീൽ വന്നത്. ആ നജീബിൻ്റെ ഒരു കടന്നുപോയ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നോവൽ വായിച്ചിട്ടാണ്, ഞാൻ ചെറുപ്പത്തിലാണ് വായിച്ചത്. പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ ശരിക്കും ഒരു റീക്രിയേഷൻ തന്നെയായിരുന്നു. പൃഥ്വിരാജിനെ പറയാനില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയം. വേറെ ലെവലായി പോയി ആൾ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ആ പുതിയ പയ്യൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ആളും ആ മരിക്കുന്ന സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ഫെൽട്ടായി, ഭയങ്കര കരച്ചിലൊക്കെ വന്നു. ഒരു രക്ഷയില്ല, അടിപൊളി പടം.